നമ്മളെ ഗാർമിഷിന്ന് നാഷണൽ സ്റ്റേറ്റ് കാസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബസ്സുണ്ട്. വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവാണ്. നമ്മൾ നാലാളും ഒരു അമ്മമ്മ മാത്രമാണ് ബസ്സിലുള്ളത്. അങ്ങനെ ഏതാണ്ട് ഗാർമിഷിന്ന് ഒരു 2 മണിക്കൂർ എടുത്ത് നമ്മൾ നെഷ്വൻസ്റ്റൈൻ കാസിലെത്തി കേട്ടോ. മഴയത്ത് നമുക്ക് നെഷ്വൻസ്റ്റൈൻ കാസിൽ കാണാം. അങ്ങനെ തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്ക് ഉറപ്പില്ല ഗൈസ്. ഈ ഡിസ്നിലാൻഡിൻ്റെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കാസിലില്ലേ, ആക്ച്വലി ആ കാസിൽ ഈ നെഷ്വൻസ്റ്റൈൻ കാസിലിനെ ഇൻസ്പയർ ആക്കി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഡിസ്നിയുടെ ലോഗോ ഈ കാസിൽ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാസിലിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. വ്യൂ പോയിന്റിലേക്കാണെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലായി നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയൊക്കെ തെറ്റി നമ്മൾ ആക്ച്വലി കാസിലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാസിലിനകത്തേക്കല്ല പോകുന്നത്, കുറച്ച് കാസിലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. പാവം ഞങ്ങൾ കാസലിൻ്റെ വ്യൂ കാണാൻ വേണ്ടി ബ്രിഡ്ജിലേക്ക് വിചാരിച്ചാൽ പോകുന്നത്. പക്ഷെ ബ്രിഡ്ജിലേക്കല്ല എത്തുന്നതെന്ന് നിങ്ങൾ വഴിയേ കാണും കേട്ടോ. ഒക്കെ ഞാനിവിടെ ഘോര പ്രസംഗിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴിതെറ്റി. നമ്മൾ ആക്ച്വലി കാസലിലാണ് എത്തിയത്. കാസലിൻ്റെ വ്യൂ പോയിന്റിലേക്കല്ല, നമ്മളിനി ഒരു ബ്രിഡ്ജിലേക്ക് വീണ്ടും നടന്ന് ആ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ഞാൻ പറയുന്ന ഒന്നും വ്യക്തമല്ല. അതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ലോട്ടറി അടിച്ച മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ കാസിൽ കാണാൻ പോയിട്ട് വേറൊരു കാസിൽ നമ്മൾ ഫ്രീ ആയിട്ട് കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ മറ്റേ വ്യൂ പോയിന്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ വന്നിറങ്ങിയത് അവിടെ കേട്ടോ, ആ ബസ്സുള്ള സ്ഥലം, ആ ചുവന്ന ബസ് പോകുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിറങ്ങിയത്. ഇപ്പം ചുവന്ന ബസ് അവിടെ ഇല്ല, അവിടെ കടയുണ്ട്. ആ കടയിൽ. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും ഹൈക്ക് ചെയ്ത് ഈ മലയുടെ മുകളിലെത്തി. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കുണ്ട്, കുറേ ആൾക്കാർ. വീക്ക് ഡേ വന്നാൽ തിരക്ക് കുറയും വിചാരിച്ച് വന്ന് നോക്കിയിട്ട് ഒരു വീക്കെൻഡ് തിരക്ക് വീക്കെൻഡ് ആലോചിക്കണ്ട അല്ലേ. ലാസ്റ്റ് ലാപ്പ് കയറിക്കൊണ്ടിരിക്കുക ഗൈസ്. 5 മിനിറ്റത്തേക്ക് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നേ ഉള്ളൂ. ഇതൊരു വുഡൻ ബ്രിഡ്ജ് കേട്ടോ. പക്ഷെ ഇതൊരു കുറച്ച് ക്രേസി ബ്രിഡ്ജാണ്. ഇളകുന്നൊക്കെയുണ്ട്, പേടിയാവുന്നുണ്ട്. ഈ വ്യൂവിന് വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റൂ.
ഇതുകൊണ്ട് തീർന്നില്ല, എന്തായാലും വന്നതല്ലേ. അപ്പോൾ വേറൊരു ആംഗിളിൽ കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് കയറിയാൽ വേറൊരു ആംഗിളിൽ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് വീണ്ടും ഹൈക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണേ. എന്നിട്ട് ഇറങ്ങി നമ്മൾ ആ മറൈൻ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്, അതായത് മറൈൻ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജിലെത്തി നമ്മൾ നെഷൻസ്റ്റൈൻ കാസിൽ ഒന്നും കൂടെ കണ്ട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. So guys, it's a bye from Neuschwanstein Castle. നമുക്ക് പിന്നെ അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് ഹൈക്ക് ചെയ്യായിരുന്നു. ഇങ്ങനെ ഓരോന്ന് നടക്കുമ്പോഴും ഹൈക്ക് ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ ആരോഗ്യം തീരെ പോരാ. ഓഫീസ് ജോലി ഓഫീസ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ ട്രിപ്പൊക്കെ പോയി ഒരു ഹൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആരോഗ്യം നന്നായി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇവിടുന്ന് നേരെ ലഞ്ച് കഴിച്ച് നേരെ മ്യൂണിക്കിലേക്ക് വിടാമെന്നായിരുന്നു. പക്ഷെ നമ്മൾ കഴിക്കാൻ പോയ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ഒരു അടിപൊളി ബവേറിയൻ ലഞ്ചൊക്കെ കഴിച്ചു.